നെൽകൃഷിക്ക് രോഗം ബാധിച്ച കോഴിക്കോട് ചെരണ്ടത്തൂർ ചിറയിൽ ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനമൊക്കെ നടന്നു. 300 ഏക്കറോളം കൃഷിഭൂമിയിലെ നെൽകൃഷികളിലാണ് ബ്ലാസ്റ്റ് ഫംഗസ് രോഗബാധയുണ്ടായത്. നെൽകൃഷി നശിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുൽവർഗ ചെടികളെ ബാധിച്ച് അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ്. തുടക്കത്തിൽ നെൽച്ചെടിയിൽ പലയിടത്തായി പൊള്ളലേറ്റ പോലെ കാണപ്പെടും. തുടർന്ന് ചെടി ഉണങ്ങുകയും നെന്മണികൾ നശിക്കുകയും ചെയ്യും. കോഴിക്കോട് വടകര ചെരണ്ടത്തൂർ ചിറയിലെ നെൽവയലിൽ 2 ആഴ്ച മുൻപാണ് ബ്ലാസ്റ്റ് ഫംഗസ് രോഗബാധ കണ്ടു തുടങ്ങിയത്. കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ നിന്നുള്ള വിദഗ്ധരാണ് നെൽപ്പാടം സന്ദർശിച്ചത്. ഉമ ഇനത്തിൽപ്പെടുന്ന വിത്താണ് ചിരണ്ടത്തൂർ ചിറയിൽ കൃഷിക്ക് ഉപയോഗിച്ചത്. വിളവ് കൂടുതലായി ലഭിക്കുന്നതിനാലാണ് ഉമ വിത്ത് കർഷകർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വിത്ത് വഴിയാണ് രോഗബാധ കൃഷിയിടത്തിൽ എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രോഗം ബാധിച്ച് നെൽകൃഷി നശിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബ്ലാസ്റ്റ് രോഗത്തിന് ഉപരിയായി പെസ്റ്റ് അറ്റാക്കും കീടരോഗങ്ങളും കൂടുതലായി വന്ന് കാണുന്നു. അപ്പോൾ കർഷകർക്ക് ഈ 85 ഹെക്ടർ കൃഷി ചെയ്ത കർഷകർക്കൊരു വമ്പിച്ച നഷ്ടം തന്നെയാണ് ഈ ഒരു കീടരോഗബാധ മൂലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കൃഷി വകുപ്പിൻ്റെ സാധ്യമായ എല്ലാ അസിസ്റ്റൻസും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും. കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര സീഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കർഷകർ വിത്തുകൾ വാങ്ങിയത്. വിത്ത് മാറ്റി കൃഷി ചെയ്യാൻ അധികൃതർ കർഷകർക്ക് നിർദ്ദേശം നൽകി. പൗർണമി വിത്ത് ഉപയോഗിച്ചും കർഷകർ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്ന ചെരണ്ടത്തൂർ ചിറ കർഷക കൂട്ടായ്മയുടെയും അധികൃതരുടെയും പിന്തുണയിലാണ് വീണ്ടും സജീവമായത്. രോഗം ബാധിച്ചതിലൂടെ ഉണ്ടായ നഷ്ടം നികത്താൻ കർഷകർക്ക് കഴിയില്ല. എന്നാൽ അധികൃതരുടെ സന്ദർശനം കർഷകർക്ക് ആശ്വാസം പകരുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.